ഒരു ജുംല കാണുമ്പോൾ അതിലെ ഓരോ പദത്തിന്റെയും സ്ഥാനം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതിന്റെ ആദ്യ പടി ജുംലയുടെ അടിസ്ഥാന ഘടന മനസ്സിലാക്കുക എന്നതാണ്. അറബി ജുംലകൾ പ്രധാനമായും രണ്ട് രൂപത്തിലാണ് വരുന്നത്. ഇസ്മു കൊണ്ടാണോ ആരംഭിക്കുന്നത്, എന്നാൽ ജുംലത്തുൻ ഇസ്മിയ. ഫിഅല് കൊണ്ടാണോ ആരംഭിക്കുന്നത്, എന്നാൽ ജുംലത്തുൻ ഫിഅലിയ. ആദ്യം നമുക്ക് ജുംലത്തുൻ ഇസ്മിയയുടെ അടിസ്ഥാന ഘടന മനസ്സിലാക്കാം. ഒരു ഇസ്മിയായ ജുംലയിൽ ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അതിനാണ് മുബ്തദ എന്ന് പറയുക. ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വസ്തുവിനെ കുറിച്ച് എന്തൊരു വാർത്തയാണോ പറയുന്നത്, അതാണ് ആ മുബ്തദയുടെ ഖബർ. നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കാം. സെയ്ദുൻ ആലിം, അൽ മസ്ജിദു കബീർ. ഇവിടെ ചോദിക്കാം, ആരെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? സെയ്ദിനെ കുറിച്ചാണ്. അതുപോലെ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അൽ മസ്ജിദിനെ കുറിച്ചാണ്, അഥവാ പള്ളിയെ കുറിച്ചാണ്. ഈ സെയ്ദിനെ കുറിച്ചും മസ്ജിദിനെ കുറിച്ചും എന്ത് വാർത്തയാ പറയുന്നത്? സെയ്ദിനെ കുറിച്ച് ആലിമാണെന്നും മസ്ജിദിനെ കുറിച്ച് കബീർ ആണെന്നുമാണ്. അപ്പോൾ ലളിതമായി പറഞ്ഞാൽ ജുംലത്തുൻ ഇസ്മിയയിലെ മുഖ്യ കഥാപാത്രം അഥവാ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതിന് മുബ്തദ എന്ന് പറയും. ആ മുബ്തദയെ കുറിച്ച് എന്തൊരു വാർത്തയാണോ പറയുന്നത്, അതിന് ഖബർ എന്നും പറയും. പൊതുവെ മുബ്തദയെ 3 രൂപത്തിലാണ് കാണാറുള്ളത്. അതുപോലെ ഖബർ 6 രൂപത്തിലുമാണ് കാണാറുള്ളത്. അതുപോലെ 7 പൊതുവായ നിയമങ്ങൾ മാത്രമാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതെല്ലാം നമുക്ക് ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഘട്ടം ഘട്ടമായി പഠിക്കാം. ചുരുക്കത്തിൽ ഒരു ഇസ്മിയായ ജുംല കാണുമ്പോൾ വെറുതെ വായിച്ചു പോകാതെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് എന്തൊരു വാർത്തയാണ് പറയുന്നത് എന്ന് ചോദിക്കാൻ പഠിക്കുക. ഇവിടെ നിന്നാണ് യഥാർത്ഥ വാക്യഘടനാ പഠനം ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഫിഅലിയായ ജുംലയെ വളരെ ലളിതമായി ഒന്ന് പരിചയപ്പെടാം. സ്ക്രീനിൽ കാണുന്ന ഉദാഹരണത്തിലേക്ക് ശ്രദ്ധിക്കുക. അടിച്ചു. ആരാ അടിച്ചത്? സെയ്ദുൻ, സെയ്ദ്. ദർബൻ, 1.5 അടി അടിച്ചത്. ആരെ? അംറൻ, അംറിനെ. എപ്പോ? യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസത്തിൽ. എവിടെ വെച്ച്? അമാമൽ മസ്ജിദി, പള്ളിന്റെ മുമ്പിൽ. വെള്ളിയാഴ്ച പള്ളിന്റെ മുമ്പിൽ വെച്ചിട്ട്. എന്തിനു വേണ്ടി? തഅദീബൻ, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി. ഒരു ഫിഅലിയായ ജുംല കണ്ടാൽ, അഥവാ ഫിഅല് കൊണ്ട് തുടങ്ങുന്ന ജുംല കണ്ടാൽ, ഫിഅല് വായിച്ച ഉടനെ തന്നെ ആരി എന്ത് എന്നൊരു ചോദ്യം ചോദിക്കണം. അതിന്റെ ഉത്തരമായി കിട്ടുന്ന പദമായിരിക്കും ആ ഫിഅലിന്റെ ഫായിൽ. ഉദാഹരണത്തിന് ലറബ, അടിച്ചു. ആര്? സെയ്ദ്. സഖത, വീണു. എന്ത്? അൽ ജവ്വാലു, മൊബൈൽ. ഫായിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വരാം. ഫായിൽ എങ്ങനെയാണ് ലളിതമായി കണ്ടെത്തുക എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. ലറബ സെയ്ദുൻ ലർബൻ. ഒരു ഫിഅല് വായിച്ച ശേഷം എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം. അടിച്ചു. എങ്ങനെ? 1.5 അടി അടിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ലർബൻ എന്ന പദം. അപ്പോ അത് മഫ്ഊൽ മുത്ലഖാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു പ്രവർത്തിക്ക് ഊന്നൽ നൽകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ പ്രവർത്തിയുടെ ഇനമോ എണ്ണമോ വിവരിക്കാൻ വേണ്ടിയോ വരുന്ന അതേ ഫിഅലിന്റെ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഫിഅലിന്റെ മസ്തർ, മൻസൂബായ മസ്തർ, അതിനാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയുക. ജലസ്തു, ഞാനിരുന്നു. ജുലൂസൽ അമീർ, രാജാവ് ഇരിക്കും പോലെ ഇരുന്നു. ഇപ്പോൾ ജലസ എന്ന ഫിഅലിന്റെ മസ്തറിനെ മൻസൂബായി ഞാൻ ആവർത്തിച്ചത് ആ ഇരുത്തത്തിന്റെ ഇനം വിവരിക്കാനാണ്. അതുപോലെ ലറബ്തു ലർബത്തൈൻ, ഞാൻ 2 അടിയങ്ങ് അടിച്ചു. ലറബ്തു എന്ന ആ ഫിഅലിന്റെ മസ്തറിനെ ഞാൻ ആവർത്തിച്ചത് അടിയുടെ എണ്ണം വിവരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ലറബ്തു ലർബൻ, ഞാൻ ഒരു അടിയങ്ങട് അടിച്ചു. അതിന്റെ ഊന്നൽ നൽകാനാണ്, ആ പ്രവർത്തിക്ക് ഒരു ഊന്നൽ നൽകാൻ വേണ്ടിയാണ് ആ മസ്തറിനെ ആവർത്തിച്ചിട്ടുള്ളത്. ഇതിനൊക്കെയാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയുന്നത്. അപ്പോ ലറബ അടിച്ചു, സെയ്ദ്. ലർബൻ 1.5 അടി അടിച്ചു. ആരെ? ഒരു ഫിഅല് വായിച്ച ശേഷം സ്വാഭാവികമായും ആരെ, ആരോട്, ആർക്ക്, എന്തിനെ, എന്തിനോട്, ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് മഫ്ഊൽ ബിഹി. അഥവാ ഫിഅലിന്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടുന്ന വസ്തുവോ വ്യക്തിയോ ആണ് മഫ്ഊൽ ബിഹി. ഇവിടെ സെയ്ദ് എന്ന കർത്താവ്, ഫായിലിന്റെ പ്രവർത്തിക്ക് വിധേയപ്പെടുന്ന ആളാണ് അംർ. അപ്പോ അത് മഫ്ഊൽ ബിഹിയാണ്. ഇവിടെ പൊതുവെ ഫിഅലും ഫായിലും വായിച്ച ശേഷം ആരെ, ആരോട്, എന്തിനെ, എന്തിനോട്, ആർക്ക് എന്നീ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇത്തരം ചോദ്യങ്ങൾക്ക് സന്ദർഭത്തിനനുസരിച്ച് വരുന്ന ഉത്തരങ്ങളാണ് ആ ഫിഅലുകളുടെ മഫ്ഊൽ. അടിച്ചു സെയ്ദ്, ആരെ? അംറിനെ. അടിച്ചു സെയ്ദ്, എന്തിനെ? ജാമൂസൻ, പോത്തിനെ.
സാദൃശ്യമായി ആര് സെയ്ദ് എന്തിനോട് സിംഹത്തോട്, അഴത്വ നൽകി ആര് സെയ്ദ് ആർക്ക് അമ്രൻ അമ്രിന്, എന്തിനെ ദിർഹമൻ ദിർഹമിന്. ഇങ്ങനെ ഫിഅല് വായിച്ച് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളാണ് പൊതുവെ മഫ്ഊൽ ബിഹിയായി വരാറുള്ളത്. ഇനി ഒരു പ്രവൃത്തി നടക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമയത്താണ് നടക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നടക്കുക. ഒരു പ്രവൃത്തി നടന്ന സ്ഥലകാല നാമം, അതിനാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയുന്നത്. ജലസ്തു ഞാനിരുന്നു, അമാമൽ മസ്ജിദി പള്ളിയുടെ മുമ്പിൽ. സുംതു ഞാൻ നോമ്പനുഷ്ഠിച്ചു, യൗമൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസത്തിൽ. അപ്പോ ഞാൻ ഇരിക്കുക, ഞാൻ നോമ്പ് നോൽക്കുക എന്ന പ്രവർത്തികൾ നടന്ന സമയവും സ്ഥലവും അതിനാണ്, അഥവാ സ്ഥലകാല നാമങ്ങൾക്കാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയുക. ഇനി ഏതൊരു പ്രവൃത്തി നടക്കുമ്പോഴും അതിനൊരു ലക്ഷ്യമുണ്ടാകും, അതിനൊരു കാരണമുണ്ടാകും. ആ കാരണം, ആ ലക്ഷ്യം വിവരിക്കാൻ വേണ്ടി വരുന്ന മൻസൂബായ മസ്തറിനാണ് മഫ്ഊൽ ലഹു എന്ന് പറയുക, അഥവാ മഫ്ഊൽ ലി അജ്ലിഹി എന്ന് പറയുക. ഇവിടെ നാം ഉപയോഗിച്ച ഉദാഹരണങ്ങൾ, സെയ്ദ് അടിച്ചു അംറിനെ, 1.5 അടിയടിച്ചു അംറിനെ, യൗമൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസത്തിൽ. എവിടെ? പള്ളിയുടെ മുമ്പിൽ വെച്ച്. സ്ഥലകാല നാമങ്ങൾ എന്തിനു വേണ്ടി? അദബ് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അടിച്ചു എന്നതിന്റെ കാരണമാണ് തഅദീബൻ എന്ന മസ്തർ വിവരിക്കുന്നത്. ഇതുവരെ അവതരിപ്പിച്ചത് തർക്കീബിന്റെ അടിസ്ഥാന ചിത്രം മാത്രമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ പഠനം ബേസിക് ലെവലിൽ നിന്ന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഉയരുന്നത്. മുഴുവൻ തർക്കീബ് പഠനത്തെയും നമുക്ക് ഭാഗങ്ങളാക്കി ക്രമീകരിക്കാം. 1-ാം ഘട്ടം തർക്കീബിന്റെ ആമുഖം, ഇഅ്റാബും ബിനാവും എല്ലാം വിശദമായി ചർച്ച ചെയ്യുന്ന ഘട്ടം. 2-ാം ഘട്ടം ജുംലത്തുൻ ഇസ്മിയയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. 3-ാം ഘട്ടം ഫിഅലിയായ ജുംലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അഥവാ ഫിഅലിനെ അടിസ്ഥാനമാക്കിയുള്ള വാക്യഘടന. അടുത്ത ഘട്ടം തവാബിയുകളാണ്. ഒരു ജുംലയിലെ പദങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് അവയോട് ചേർന്ന് വന്നിരിക്കുന്ന ഘടകങ്ങളും അനുബന്ധ വിഷയങ്ങളും. മറ്റൊരു ഘട്ടമാണ് മുക്കമ്മിലാത്ത്, ഒരു വാക്യത്തിന് കൂടുതൽ വ്യക്തതയും ഭാവവും പൂർണ്ണതയും നൽകുന്ന ഘടകങ്ങൾ, അഥവാ ഹാല്, തമ്മീസ്, ഇലാഫത്ത് തുടങ്ങിയവയുടെ ചർച്ചകൾ. അവസാനത്തെ ഘട്ടം പരിശീലനത്തിന്റെ ഘട്ടമാണ്. നാം പഠിച്ചെടുത്തിട്ടുള്ള നിയമങ്ങൾ ഇടയ്ക്കിടെ ക്ലാസുകൾക്കിടയിൽ നാം പരിശീലനം നൽകുമെങ്കിലും അവസാന ഘട്ടം പൂർണ്ണമായ പരിശീലനങ്ങളാണ്. വിവിധ ജുംലകൾ മുന്നിൽ വെച്ച് അവയുടെ ഘടന സ്വയം തിരിച്ചറിയാനും വിശകലനം ചെയ്യാനും നാം പ്രാപ്തി നേടുന്നു. എന്നാൽ അവസാന ഘട്ടം വെറും പരിശീലനത്തിന്റെ മാത്രം ഘട്ടമാണ്. നമുക്ക് ലഭിക്കുന്ന ജുംലകൾ അതിനെ ഇഴകീറി പരിശോധിക്കുന്ന ഘട്ടം. നാം തർക്കീബിന്റെ ആമുഖത്തിൽ നിന്ന് അൽ ജുംലത്തുൽ ഇസ്മിയയിലൂടെ കടന്നു വരുന്നു. മുബ്തദയെയും ഖബറിനെയും പരിചയപ്പെടുന്നു. പിന്നീട് മുബ്തദ ഖബറിലേക്ക് കടന്നു വരുന്ന ഇന്നാഹവാത്ത്, ലന്നാഹവാത്ത്, അതുപോലെ തന്നെ കാനാഹവാത്ത് തുടങ്ങിയ മുബ്തദ ഖബറിൽ ആധിപത്യം സ്ഥാപിക്കുന്ന നവാസിഹുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ശേഷം ഫിഅലിയായ ജുംലയിലേക്ക് ഫായിലുകളും മഫായിലുകളും ചർച്ച ചെയ്ത് തവാബികളിലേക്ക്, പിന്നീട് മുക്കമ്മിലാത്തിലേക്ക്, പിന്നീട് അവസാനം പൂർണ്ണമായ പരിശീലനത്തിലേക്ക്. ഇങ്ങനെ സമഗ്രമായ പരിശീലനത്തിലേക്ക് എത്തുമ്പോഴാണ് തർക്കീബിന്റെ ഒരു പൂർണ്ണ ചിത്രം രൂപാന്തരപ്പെടുന്നത്. ഈ 6 ഘട്ടങ്ങളും മറികടന്ന് ആവശ്യമായ പരിശീലനം പൂർത്തിയാക്കുമ്പോഴാണ് നമ്മുടെ 3 മാസത്തെ എംനെറ്റ് എംടെറ്റ് എക്സലൻസ് പ്രോഗ്രാം പൂർത്തിയാകുന്നത്. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ചിത്രം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വരുന്ന 5-ാം തീയതിയാണ് നമ്മുടെ കോഴ്സിന്റെ 5-ാം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അവസാനിക്കുന്നത്. അതുവരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമുണ്ട്.